യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്ത നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണ്. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ദൈവം ഒരുക്കി തന്ന ആത്മീക സൗധം അല്ലെങ്കിൽ ആത്മീക ഭവനം എന്നുള്ളത് ദൈവത്തിന്റെ സഭയാണ്. ആ സഭയുടെ ആത്മീക നേതൃത്വത്തിന്റെ ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സഭയെ അറിയുക എന്നുള്ളതായ വലിയ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ വചനചിന്തയിലുണ്ട്. തീർച്ചയായിട്ടും ഈ വചനചിന്തകൾ കഴിഞ്ഞ ഓരോ ദിവസങ്ങളും മനസ്സിലാക്കിയ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും എന്താണ് ദൈവസഭ എന്നുള്ളത്. ദൈവസഭയുടെ ആത്മീക ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യം നിങ്ങളിൽ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ആത്മീക നേതൃത്വത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് എന്താണ്, അതിലൂടെ ദൈവം എന്താണ് നമ്മിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ നമുക്ക് വീണ്ടും എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും. ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. ഈ 12-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വളരെ പ്രധാനപ്പെട്ടതായ ആത്മീയ ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഐക്യത എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതായ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഐക്യതയാണ്. എന്തിനാണ് നമുക്ക് വിശ്വാസത്തിന് ഐക്യത ഉണ്ടാകേണ്ടത്? അത് സംബന്ധിച്ചുള്ള ചില വേദഭാഗങ്ങളും കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തയിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. എന്താണ് കാലസമ്പൂർണത എന്നുദ്ദേശിക്കുന്നത്? ദൈവം വെച്ചിരിക്കുന്നതായ സമയം. അതേ ദൈവം വെച്ചിരിക്കുന്നതായ സമയം എന്ന് പറയുന്നത് ഈ സഭാ കാലഘട്ടമാണ്. അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് സുവിശേഷത്താൽ പ്രാപിക്കുവാനും അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, നാം ഒറ്റയ്ക്കല്ല, അനേക അപ്രകാരമുള്ള ആളുകളുമായി കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുമായി ചേർന്ന് സഭയായി നമ്മളായിരിക്കുന്നതായ ഈ കാലസമ്പൂർണത, ഈ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി വെച്ചതായ ആത്മീകമായ കാര്യങ്ങളാണ്. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത്? ഇതുമൂലം സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ കൈക്കൊണ്ട് തന്നെ. എന്തുകൊണ്ടാണ് ഒന്നാകാതിരുന്നത്? നമുക്കറിയാം, മനുഷ്യന്റെ പാപമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് ഒന്നായി തീരാതെയുള്ള ഒരു കാലത്തിലേക്ക് വന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവം എന്താണ് വിഭാവനം ചെയ്യുന്നത്? ദൈവം വിഭാവനം ചെയ്യുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെ ഒന്നാകണം. ആ ഒന്നാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മരുഭൂമിയിൽ ഇസ്രായേൽ ജനം അവർ പ്രയാണം ചെയ്യുമ്പോൾ അവർ കർത്താവ് യേശുക്രിസ്തുവിനാൽ ഒന്നായി എന്ന് പ്രവചനികമായി നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം പിന്നീട് പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മരുഭൂമിയിലായിരുന്നു. അവർ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, അവർ ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവർ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ഒരു പാറയെയാണ് അവർ അനുഗമിച്ചത്. അതേ പാറയിൽ നിന്നുമാണ് അവർ വെള്ളം കുടിച്ചത്. അതെ, അവർ ഭക്ഷിച്ചത് ഒരേ മന്ന തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. മരുഭൂമിയിൽ നിങ്ങളുടെ പിതാക്കന്മാർ മന്ന തിന്നു, സ്വർഗീയ അപ്പം ഭക്ഷിച്ചു. നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയും എൻ മൂലം ജീവിക്കുകയും ചെയ്യും എന്നുള്ളത് കർത്താവ് യേശുക്രിസ്തു നമുക്കുണ്ടാകാൻ പോകുന്ന പൊതുവിശ്വാസത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നതായ ഈ ഐക്യത എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഐക്യതയാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പിന്നെയും അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും
ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ യഹൂദന്മാരായ ആളുകൾ വളരെ മടിച്ചു നിന്നതായ ഒരു കാര്യമായിരുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് യഹൂദരല്ലാത്ത ആളുകൾ നരകത്തിന്റെ വിറകാണെന്നും അവർ തള്ളപ്പെട്ടവരാണെന്നും അവരുമായി നമുക്ക് യാതൊരു സമ്പർക്കവുമില്ല എന്നുള്ളതായ ആ ഒരു ഐത്തം, അതിനെ മാറ്റിക്കൊണ്ട് ദൈവം തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കണേ, ദൈവം എങ്ങനെയാണ് അപ്പോസ്തലന്മാരെ തന്നെ സമൂലം മാറ്റിക്കൊണ്ട് അവർ ജാതികളിലേക്ക് എത്തുവാൻ പ്രവർത്തിച്ചത്. പരിശുദ്ധാത്മാവ് പത്രോസിന് കൊടുത്ത ദർശനം ഈ തരുണത്തിൽ നമ്മൾ ഓർക്കണം. പത്രോസ് കണ്ടതായ ദർശനം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായ ഒരു തുപ്പട്ടി, അതിൽ ഭൂമിയിലെ സകല നാൽക്കാലികളും ഇഴജന്തുക്കളും ഉണ്ടായിരുന്നു. എന്നിട്ട് കർത്താവ് അവനോട് പറയുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറയുക. നോക്കണേ, ഇത് കാണിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകല ആളുകളും ക്രിസ്തുവിൽ ഒന്നായി തീരണമെന്നുള്ള ദൈവിക ദർശനമാണ്. ഈ ദർശനത്തിലേക്ക് വരുന്നതായ ഒരു സന്ദേശമാണ് ഇവിടെ നമ്മൾ ഈ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. നമ്മൾ എഫെസ്യർ 3:6 വായിച്ചു, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. നോക്കണേ, ഈ വാക്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം ജനിപ്പിക്കുന്ന വാക്യമാണ്. കാരണം ദൂരസ്ഥരായ നമ്മെ കർത്താവ് യേശുക്രിസ്തു മൂലം സമീപസ്ഥരാക്കി തീർത്ത ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആരും ദൂരത്തിലല്ല, നമ്മളെല്ലാവരും കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവസിംഹാസനത്തിന്റെ അടുക്കലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഈ അപ്പോസ്തലിക ശുശ്രൂഷകളിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ആ ശുശ്രൂഷകളെല്ലാം തന്നെ നമ്മെ ഇപ്രകാരം ഐക്യപ്പെടുത്തുവാൻ, വിശ്വാസത്തിൽ ഐക്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. അതുകൊണ്ട് ഒരു സഭയിലെ ശുശ്രൂഷ ഒരിക്കലും ആളുകളെ അനൈക്യപ്പെടുത്തുന്നതല്ല, അവരെല്ലാവരെയും ക്രിസ്തുവിലേക്ക് ഐക്യപ്പെടുത്തുക എന്നുള്ളതായ ഉദ്ദേശമാണ്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, നമ്മൾ തമ്മിൽ ഒന്നാകുന്ന പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വാസത്തിൽ ഒന്നായി തീരുവാൻ, അതെ, ആ ഒരു ഐക്യതയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവസഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്തിലുള്ള ഐക്യതയാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, പിശാച് അനേകമായ ചിന്തകളും വാദങ്ങളും കൊണ്ടിട്ട് ദൈവസഭയെ ആദിമസഭയുടെ ആ പഠിപ്പിക്കലിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതായ കാര്യങ്ങൾ. ദൈവം അനുവദിച്ചാൽ നമ്മൾ കൂടുതൽ വിഷയങ്ങൾ ഇത് സംബന്ധിച്ച് പിന്നീട് നമ്മൾ സംസാരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ക്രിസ്തു ഒന്ന്, വിശ്വാസം ഒന്ന് മാത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിലൂടെ നമുക്ക് വളരാം. അതേ, ദൈവത്തിൻ്റെ വചനം വിഭാവനം ചെയ്യുന്നതായ ആ 4 ഓഫീസുകളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ സഭകളിൽ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വാസ്തവമായിട്ടും കർത്താവ് യേശുക്രിസ്തുവിലുള്ള ഐക്യതയിൽ ഞങ്ങൾ വളർന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ആത്മീക നേതൃത്വങ്ങൾ അപ്രകാരം ആ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ദൈവവചന ഭാഗങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. അതോടൊപ്പം തന്നെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാനും ഈ പ്രോഗ്രാമിൻ്റെ സബ്സ്ക്രൈബേഴ്സായി അനേകരെ നിങ്ങൾക്ക് നേടുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ എന്നോടൊപ്പം നിങ്ങളും ഈ ശുശ്രൂഷയിൽ, ആത്മീക ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുക. ദൈവരാജ്യം വ്യാപൃതമാകട്ടെ, ദൈവവചനം ധാരാളം പരക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.